ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എടാ ഞങ്ങള് കുറെ ദൂരെ എത്തി. പക്ഷേ നന്ദന്റെ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ. സത്യത്തിൽ അരുന്ധതിയോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുക. ഞാൻ പറയുന്നൊന്നും അരുന്ധതി ശ്രദ്ധിക്കുന്നില്ലേ? ചേച്ചി, ഇത് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന കളിയാ. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ചേച്ചിക്ക് പറ്റും. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ചേച്ചി ചെയ്യ്. എന്താ വല്ല? അല്ല, നമ്മൾ ഒരുമിച്ചുണ്ടെന്ന് ദേവിക ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ഞാൻ ടെൻഷൻ ആക്കുന്നൊന്നും അല്ല. നന്ദൻ സമാധാനായിട്ടിരിക്കെ. ഒന്നും നോർമലായിരിക്കാൻ തന്നെ ഞാനും നോക്കുന്നേ. പക്ഷെ പറ്റുന്നില്ല. നമ്മൾ ഒരുമിച്ചുണ്ടെന്ന് ദേവി അറിഞ്ഞ? ദേവിക അറിഞ്ഞാലെന്താ? ദേവിക നന്ദനെ ജയിലിലാക്കാൻ നടക്കുകയല്ലേ. അവൾ അറിയട്ടെ, നന്ദനെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ലാന്ന്. അവൾക്ക് നന്ദനെ വിലയില്ലായിരിക്കും, വേണ്ടായിരിക്കും. പക്ഷെ നന്ദന് വേണ്ടി ജീവൻ തന്നെ കളയാൻ തയ്യാറായ ഒരുവൾ ഇവിടെ ഉണ്ടെന്ന് അവൾ അറിയട്ടെ. ഏതായാലും ഇപ്പൊ അവൾ എന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു കാണും. നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കാം അല്ലേ? ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാം. നീ കേറ് ബാ. നന്ദ കേറ്. കെവിന് നല്ല തിരക്കായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുള്ളോണ്ടാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ. ആനി പറ, എന്താ കാര്യം? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കെവിൻ. പ്രഭാവതിയോടുള്ള വൈരാഗ്യം, ശത്രുതയും ഒക്കെ അവസാനിപ്പിക്കണം. അയ്യോ ആന്റി, ഞങ്ങൾക്ക് പ്രഭാവതി ആന്റിയുടെ ശത്രുതയൊന്നുമില്ല. ഋഷിക്കും ആന്റിക്കും വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ വിട്ടേക്ക് കെവിൻ. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നോ? അത് നല്ല ചോദ്യം. അമ്മയ്ക്ക് നേരിട്ട് അപമാനത്തിന് പകരം ചോദിക്കാൻ അമ്മയുടെ അനുവാദം വേണോ? ഋഷി, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കാം. പിന്നെ ആന്റി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും കെവിൻ. മുമ്പൊരിക്കൽ ഞാൻ കെവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിയിച്ചതാ. മതി കെവിൻ. ഋഷിയുടെ കാര്യത്തിലെ സത്യങ്ങളെ എല്ലാരെയും അറിയിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അമ്മ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്പലത്തിൽ തലകറങ്ങി വീണപ്പോ പ്രഭാവതി വന്ന് താങ്ങിയെടുത്തു. അതല്ലേ കാര്യം? അതെ, അതും ഒരു കാരണം തന്നെയാ. ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന പ്രഭാവതിക്ക് എന്നോട് സഹതാപം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രഭാവതി മനുഷ്യത്വം കാണിച്ചു, അപ്പോ ആ മനുഷ്യത്വം തിരിച്ചും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഋഷി ആന്റി പറയും പോലെ. ഇല്ല, അമ്മ പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല. കെവിൻ, അമ്മയുമായി ആലോചിച്ചിട്ടല്ല നമ്മളിത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പൂർത്തിയാക്കുന്നതും ഒക്കെ നമ്മുടെ രീതിക്ക് മതി. ആന്റി ഇതിൽ ഇടപെടണ്ട. കെവിൻ, നിങ്ങൾ ചെയ്യുന്നത് ക്രൈം മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പിൽ പാപം കൂടിയാ. അപ്പൊ മുൻപ് പ്രഭാവതി എന്നോട് ലീനയോട് കാണിച്ചത് എന്താ? പുണ്യമാണോ? എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? ലീനയെ കൊന്നു. അതിനു പകരമായി നമ്മൾ ചന്ദ്രോത്തുകാരെ കൊല്ലാതെ കൊല്ലുന്നു, അത്ര തന്നെ. ഋഷി, അമ്മ പറയുന്നെന്താ? അമ്മേ, അമ്മ വെറുതെ ഇതിൽ ഇടപെട്ട് ബുദ്ധിമുട്ടണ്ട. എന്ത് സംഭവിച്ചാലും ശരി, ഞാനും കെവിനും ഇസബെല്ലയൊന്നും ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല.
ആൻറ്റി ടെൻഷൻ ആവണ്ട. വലിയ പ്രശ്നമാക്കാതെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നന്ദനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് അച്ഛാ. നന്ദു ഇസബലയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉള്ളപ്പോ എന്നെ പോലുള്ള ഭാര്യ പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഒരാളുടെ സന്തോഷമല്ലേ ഏറ്റവും പ്രധാനം. നീ എന്തൊക്കെയായി പറയുന്നേ? അവൻ ഇസബലയുടെ കൂടെ ഉണ്ടെന്നോ? അച്ഛൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇപ്പോ നിയമം അതിനെ അനുവദിക്കുന്നുണ്ടച്ചാ. വിവാഹിതനായാലും വിവാഹിതയായാലും അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം കഴിയാം. ഇസബെല്ലയ്ക്കൊപ്പം താമസിക്കുന്നതാ നന്ദുവിന് സന്തോഷമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഭർത്താവ് എങ്ങനെയേ ചെയ്യാവൂ, മകൻ ഇതുപോലെ ആവരുത് എന്നൊന്നും ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയായ ബുദ്ധിക്ക് തടസ്സമില്ലാത്ത ഏതൊരു പൗരനും ആരോടൊപ്പവും നമ്മുടെ നിയമം അനുസരിച്ച് ജീവിക്കാം. ദേവിക, നീ എന്തായി പറഞ്ഞേ? അവൻ ഇസബലയ്ക്കൊപ്പം ഉണ്ടെന്ന് ഉറപ്പാണോ? അവരെവിടെയുള്ളത്? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. അവരെവിടെയാ അമ്മേ? അതെനിക്കറിയണം. വേറൊന്നിനുമല്ല, ആ ഫയല് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ ഇസബല്ല എന്റെ വിഷയമേ അല്ല. ഇന്ന് പകല് മുഴുവനും അവരുടെ ലൊക്കേഷൻ അറിയാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. അമ്മയ്ക്ക് അറിയാമെങ്കിൽ അവരെവിടെയാണെന്ന് പറ. അറിയാമെങ്കിലല്ല, അറിയാം. ഉറപ്പായും അറിയാം. പ്രഭ, പറ, തന്റെ മോനെവിടെ? സിദ്ധു, ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാ, എനിക്കറിയില്ല അന്ന്. അവൻ ഇസബല്ലയ്ക്കൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. കള്ളം പറയരുത്. അച്ഛാ, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ഒരു കാര്യം, അവരെവിടെയാണെന്ന് ഒരു സൂചന കിട്ടിയ അടുത്ത നിമിഷം ഞാൻ അവിടെ ചെല്ലും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയുടെ ഉള്ളുപടയുന്നത് താൻ അറിയുന്നുണ്ടോ? ഇസബല്ലയുടെ കാര്യം നിസ്സാരമായി പറയുമ്പോഴും അവളുടെ മനസ്സ് കരയുക. അവളുടെ സ്ഥാനത്ത് രജനിയായിരുന്നെങ്കിൽ താൻ എങ്ങനെയാ ചിന്തിക്കുക? ഗിരി മറ്റൊരു പെണ്ണുമായി വീട്ടിൽ വരാതെ കഴിയുകയാണെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? തനിക്കറിയാമോ അവൻ എവിടാണെന്ന്? പറ. സിദ്ധു, എനിക്കറിയില്ല സിദ്ധു, സത്യമായിട്ടും. എന്തുപറ്റി?
എന്നാ തോന്നുന്നത്. സ്റ്റാർട്ട് ആവുന്നില്ല. ആ, ശ്ശേ. ആ ബോണറ്റ് ഓപ്പൺ ചെയ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ആ. ആവുന്നില്ല നന്ദ. ഒരു രക്ഷയില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് ആളൊന്നല്ല ശരിയാവുള്ളെന്ന് തോന്നുന്നു. ഹെൽപ്പ് ലൈനിൽ ഒന്ന് വിളിച്ചാലോ? നോക്കട്ടെ. ബെസ്റ്റ്. റേഞ്ച് ഇല്ല. ഹലോ ഷാരി. അജ്ഞാതവാസത്തിന് പോയ സോറി സുഖവാസത്തിന് പോയ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നന്ദേട്ടൻ തിരിച്ചു വന്നോന്ന്? ഇല്ല. ഇല്ലാന്നും പറഞ്ഞ് കൈകെട്ടി ഇരിക്കാനാണോ ഭാവം? അങ്ങനെയൊന്നുമില്ല. എവിടെയാന്ന് അറിയട്ടെ. എവിടെയാണെന്നറിയാൻ ആദ്യം ഒരു അറിയിപ്പ് കൊടുക്കുക ചേച്ചി. എന്താ? സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്. എന്റെ ഭർത്താവിനെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞു. MLA പോസ്റ്റേ ആയിരക്കണക്കിന് പേര് ഷെയർ ചെയ്യും. നായകനെയും വില്ലത്തിയെയും അടുത്ത നിമിഷം പൊക്കി ചേച്ചിയുടെ മുന്നേ കൊണ്ടു നിർത്തും. നിവർത്തിയില്ലെങ്കിൽ അത് തന്നെ ചെയ്യും. നിവർത്തിയില്ലെങ്കിലോ? പറയുന്നത് കേട്ടാ ഇപ്പൊ നല്ല നിവൃത്തിയിലാണെന്ന് തോന്നുമല്ലോ. എന്റെ ചേച്ചി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. എന്താ MLA ഇമേജ് പോകുന്നുള്ള ടെൻഷനാണോ? ചേച്ചി, സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് ഒരാവശ്യം വന്നാ അത് ജെന്യൂൻ ആണെങ്കിൽ എല്ലാരും കൂടെ നിൽക്കും, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ചേച്ചി പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ശരി, നിന്റെ ചേച്ചി ഇപ്പൊ കാര്യങ്ങൾ നല്ല ധൈര്യത്തോടെ തന്നെയാ നേരിടുന്നത്. ആ, ചേച്ചിയുടെ ധൈര്യമൊക്കെ എനിക്കറിയാം. പഴയ ദേവികയല്ല. എന്നെ വഞ്ചിക്കുന്നവരുടെ പിറകെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചു നടക്കാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. ആ, അതടിപൊളി. എന്തായാലും ചേച്ചിക്ക് ഇത്രയെങ്കിലും ധൈര്യം കിട്ടിയല്ലോ. ആഭ്യന്തരമന്ത്രിയെ വിളിച്ച ചേച്ചിക്ക് പോലീസിന്റെ സഹായം കിട്ടില്ലേ? അവരെ രണ്ടുപേരും ജീപ്പിലിട്ട് കൊണ്ടുവരും. ആദ്യം ഞാൻ അവരുടെ മുന്നിൽ ചെല്ലേണ്ടത്, പിന്നെ മതി പോലീസും പട്ടാളവും ഒക്കെ. ചേച്ചി, ചേച്ചിയെക്കുറിച്ച് നീ ടെൻഷൻ ആവണ്ട. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ചേച്ചിയാള് കൊള്ളാലോ. ചേച്ചി ഒരുപാട് ഉപദേശിക്കണമെന്നും മോട്ടിവേറ്റ് ചെയ്ത് ധൈര്യം തരണമെന്നൊക്കെ വിചാരിച്ചാ ഞാൻ വിളിച്ചത്. ചേച്ചി ഇപ്പൊ ഫുൾ ഫോമിലാണല്ലോ. ഇങ്ങനെ ബോൾഡായി നിൽക്കുക ചേച്ചി. ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്ക്, ഞാൻ കൂടെ ഉണ്ടാവും. ഈ ശക്തിയൊന്നും ചോർന്നു പോകരുത്. ഇല്ല, ചോർന്നു പോവില്ല. ഇവിടുത്തെ ഇഷ്യൂ കഴിഞ്ഞിട്ട് വേണം നിന്നോട് ചിലത് ചോദിക്കാൻ. അപ്പോഴും കാണും ഈ ശക്തി. അത് ശരി. ചേച്ചി അതിനിടയ്ക്ക് നമുക്കിട്ടൊന്ന് കൊട്ടിയല്ലേ? ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്.
ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഹെൽപ്പ് ചോദിക്കായിരുന്നു. അടുത്ത തവണയിൽ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ആദ്യം കാറിന് അമ്പളേന് മാറ്റണം. ബ്രോ എന്താ ബ്രോ, അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? ഞങ്ങളുടെ കാറ് കംപ്ലൈന്റാ. അയ്യോ, ഈ സമയത്ത് ഇവിടെയൊന്നും കാണത്തില്ല കേട്ടോ. ആ, ഒരു 3 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ നൈറ്റ് മൊത്തം ഉണ്ടാവും. ശരിക്കും പെട്ടല്ലോ. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ബ്രോ? ഒരു കാര്യം ചെയ്യും, കുറച്ചപ്പുറത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ട്, അവരുടെ അടുത്തും ചോദിച്ചു നോക്കൂ. അവരെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. അല്ല ബ്രോ, ഇവിടെ ടൂറിസ്റ്റ് ഹോം എന്തെങ്കിലും ഉണ്ടോ? ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും? ലോഡ്ജൊന്നും ഇല്ലല്ലോ. ആ, അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. നേരെ പോകുമ്പോൾ വലത് സൈഡിൽ കാണാം. അവിടെ ബോർഡും ഉണ്ട്. A to Z. ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ. എന്താ, നമുക്ക് വേഗം ഹോം സ്റ്റേയിലേക്ക് പോവാം. വർക്ക്ഷോപ്പിന്റെ കാര്യമൊക്കെ നാളെ ചിന്തിക്കാം. അല്ല, നമ്മള് നന്ദ, തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വെറുതെ അവരുടെ മുന്നിൽ ചെന്ന് ചാടണ്ട. വാ, നമുക്ക് നടക്കാം. നമുക്ക് പോവാം. വാ നന്ദ, വാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനെ ഓർത്ത് ഞാൻ എനിക്കറിയാൻ പോകുന്നില്ല. മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇതിനിടെ തന്നെ തളർന്നു വീണിട്ടുണ്ടായിരുന്നേനെ. പക്ഷെ ഇപ്പൊ എങ്ങനെയോ എനിക്ക് എന്തും നേരിടാനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞ നിന്നെക്കുറിച്ചിപ്പോൾ അഭിമാനത്തോടൊപ്പം അത്ഭുതവും തോന്നുക. ഇത്രയും ബോൾഡാവുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. സ്വന്തം ശക്തിയും വ്യക്തിത്വവും നീ ഇപ്പൊ തിരിച്ചറിയുന്നു. ആ ഫയൽ നന്ദുവാണ് മാറ്റിവെച്ചെന്ന് അറിഞ്ഞ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നന്ദുവിന്റെ ജീവിതത്തിൽ ആരുമല്ലാന്ന്. അതോടെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് കിട്ടാത്ത വില തിരിച്ചും കൊടുക്കണ്ടെന്ന്. മുൻപൊക്കെ നന്ദു പുറത്തു പോയിട്ട് മടങ്ങിയെത്താൻ ഒരു സെക്കൻഡ് വൈകിയ ആദ്യ. ഇന്നിപ്പോ എനിക്ക് ആ ഫയൽ തിരിച്ചു കിട്ടുക എന്നതിനപ്പുറം മറ്റൊരു ഫീലും ഇല്ല അച്ഛാ. അച്ഛാ, അവരെവിടെയാണെന്ന് ഇപ്പൊ അറിയണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാ ഞാൻ ആരാണെന്ന് നന്ദുവിനും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അധികം വൈകില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട് എത്രയും പെട്ടെന്ന് അവരെന്റെ മുന്നിൽ എത്തുമെന്ന്. താങ്ക് യു. അപ്സ്റ്റേറിലാണ് മാഡം, റൂം നമ്പർ 3. ഓക്കെ, വെൽക്കം. അല്ല, ഒന്നല്ല, 2 റൂം വേണം. രണ്ട് റൂം വേണം ബെല്ല. അല്ല മാഡം, ഒരു റൂമല്ലേ പറഞ്ഞിരുന്നത്? അല്ല, 2 റൂം ഇല്ലേ ഇവിടെ? റൂമൊക്കെ ഉണ്ട്. ഒരു റൂം മതിയെന്ന് പറഞ്ഞതുകൊണ്ടാ. അതുകൊണ്ടാ. ബെല്ല, എന്താ ഇത്? ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 2 റൂം ഇട്ടോളൂ. ആ, ഓക്കെ മാഡം. ദാ പിടിച്ചോളൂ. റൂം നമ്പർ 5. അല്ല, ഐഡിയ കാർഡ് എന്തെങ്കിലും വേണം? അത് ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം മതിയല്ലോ.
ആ അത് മതി. നന്ദ അടിപൊളി. ഇത് ആ സിദ്ധാർത്ഥന്റെ മകൻ നന്ദനല്ലേ? ഇവന്റെ ഭാര്യ MLA ദേവികയാണല്ലോ. പിന്നെ ഏതാണ് ഈ പുതിയ കക്ഷി? എന്തായാലും ഒരു വാർത്തക്കുള്ള സ്കോപ്പുണ്ട്. അതാ നന്ദന്റെ റൂം. ആ ഓക്കെ വല്ല. നീ ഒന്ന് ഫ്രഷ് ആവ്, നല്ല ക്ഷീണം ഉണ്ടാവും. ഓക്കെ വല്ല. ബൈ. ഓക്കെ.